ഹായ്! അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നമുക്ക് ചെറിയ ടിപ്സും കോഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി തന്നെ ഒന്ന് പഠിച്ചെടുത്താലോ? അപ്പോൾ നമ്മുടെ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനെ നമുക്ക് ഷോർട്ട് ആയിട്ട് നാറ്റോ എന്ന് വിളിക്കാം അല്ലെ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, നാറ്റോ. നാറ്റോ രൂപീകൃതമായിട്ടുള്ള വർഷം ചോദിച്ചാൽ 1949 ഏപ്രിൽ 4-നാണ്. 1949 ഏപ്രിൽ 4-നാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ സ്ഥാപിതമായത്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് അത് ബ്രസൽസ് ആണ്. ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അപ്പോൾ നാറ്റോ എന്ന് പറയുമ്പോൾ നമുക്ക് നാറ്റം എന്ന രീതിയിൽ കണക്ട് ചെയ്ത് വെക്കാം. നമ്മൾ ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെ, നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ്? നല്ല നാറ്റം വരും എന്ന രീതിയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ബ്രഷ് എന്നതിൽ നിന്ന് ബ്രസൽസ് കണക്ട് ചെയ്യാലോ. അപ്പോൾ നാറ്റോയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് ബ്രസൽസ് ആണ്. ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാമാണ്? നാറ്റോയുടെ ഔദ്യോഗിക ഭാഷകളാണ് ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് നാറ്റോയുടെ ഔദ്യോഗിക ഭാഷകൾ. നിലവിലെ സെക്രട്ടറി ജനറൽ, നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആണ് മാർക്ക് റൂട്ടെയാണ് നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ. ഇനി നാറ്റോയിലെ ആകെ അംഗങ്ങൾ ചോദിച്ചാൽ എത്രയാണ്? 32 അംഗരാജ്യങ്ങളാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിൽ ഉള്ളത്. എത്രയാണ്? 32 അംഗരാജ്യങ്ങളാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിൽ. അപ്പോ ഏറ്റവും പുതിയ അംഗങ്ങളാണ് ഫിൻലാൻഡും സ്വീഡനും. 31ാമത് അംഗരാജ്യമാണ് ഫിൻലാൻഡ്. 32ാമത് അംഗരാജ്യം ചോദിച്ചാൽ അത് സ്വീഡൻ ആണ്. അപ്പോൾ 2023 നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിലെ അംഗമായിട്ടുള്ള രാജ്യമാണ് ഫിൻലാൻഡ്. 31ാമത് അംഗരാജ്യമാണ്. 32ാമത് അംഗരാജ്യം ചോദിച്ചാൽ 2024 അംഗത്വം എടുത്തിട്ടുള്ള സ്വീഡൻ ആണ്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിലെ ഏറ്റവും പുതിയ അംഗരാജ്യങ്ങൾ ഫിൻലാൻഡും സ്വീഡൻ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നാറ്റോ എന്നതിൽ നിന്ന് നാറ്റം എന്ന രീതിയിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴകിയ സാധനങ്ങളൊക്കെ ഒരുപാട് കാലം കിടന്നു കഴിഞ്ഞാൽ എന്താണ്? ഒരു നാറ്റം ഉണ്ടാവും അല്ലെ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഫൈൻ അടക്കേണ്ടി വരികയാണ് എന്ന രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ പഴകിയ സാധനങ്ങളൊക്കെ കടന്ന് സ്മെല്ല് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്? നമുക്ക് ഫൈൻ കിട്ടുകയാണ് എന്ന് കണക്ട് ചെയ്യാം. ഫൈൻ എന്നതിൽ നിന്ന് ഫിൻലാൻഡ് കണക്ട് ചെയ്ത് വെക്കാലോ. ഫൈൻ കിട്ടുകയാണ്. അപ്പൊ എന്ത് ചെയ്യാണ്? ഫൈൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അതെല്ലാം നീറ്റാക്കി, ഡൺ ആക്കി മാറ്റി എന്ന രീതിയിൽ എല്ലാം നമ്മൾ നീറ്റാക്കി മാറ്റി എന്നോർത്താൽ ഡൺ എന്നതിൽ നിന്ന് സ്വീഡൻ എന്നും കണക്ട് ചെയ്യാലോ. അപ്പോൾ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിൽ അംഗത്വം എടുത്തിട്ടുള്ള ഏറ്റവും പുതിയ രാജ്യങ്ങളാണ് ഫിൻലാൻഡും സ്വീഡനും. നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് പഴകിയ സാധനങ്ങളൊക്കെ കിടന്നു കഴിഞ്ഞപ്പോൾ എന്താണ്? ഫൈൻ വരികയാണ് എന്നോർത്തു. ഫൈൻ എന്നതിൽ നിന്ന് ഫിൻലാൻഡ് കണക്ട് ചെയ്തു. അപ്പോൾ ഫൈൻ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാണ്? നമ്മൾ ആ സ്ഥലമൊക്കെ നല്ല നീറ്റാക്കി അല്ലെ, നല്ല ഡൺ ആക്കി മാറ്റി, എല്ലാം ഡൺ ആക്കി മാറ്റി എന്നോർത്താൽ സ്വീഡൻ എന്നും നമുക്ക് കണക്ട് ചെയ്ത് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിലവിൽ 32 അംഗരാജ്യങ്ങളാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിൽ വരുന്നത്. എന്നാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ സ്ഥാപിതമായ 1949 ഏപ്രിൽ 4 അല്ലെ. അപ്പോൾ 49 എത്ര അംഗങ്ങളാണ് നാറ്റോയിൽ ഉണ്ടായിരുന്നത്? 12 സ്ഥാപക രാജ്യങ്ങളാണ് നാറ്റോയിൽ ഉണ്ടായിരുന്നത്. തുടക്കത്തിലെ അംഗങ്ങൾ ചോദിച്ചാൽ നാറ്റോ രൂപീകരിക്കുമ്പോൾ 12 സ്ഥാപക രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. വാഷിംഗ്ടൺ കരാർ, നാറ്റോ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടിയെ വാഷിംഗ്ടൺ ട്രീറ്റി എന്നും വിളിക്കുന്നുണ്ട്. പഠിച്ചു വെക്കുക. നാറ്റോ രൂപീകൃതമാവാൻ വേണ്ടിയിട്ട് കാരണമായ ഉടമ്പടിയാണ് വാഷിംഗ്ടൺ ട്രീറ്റി. വാഷിംഗ്ടൺ ട്രീറ്റിയാണ് നാറ്റോയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള കരാറ്. 2024 നാറ്റോ ഉച്ചകോടി എവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്? അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിൽ വെച്ചിട്ടാണ് നാറ്റോ ഉച്ചകോടി നടന്നിട്ടുള്ളത്. 2024 അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിൽ വെച്ചിട്ടാണ്. 2025 നെതർലാൻഡ്സിലെ ദ ഹേഗിൽ വെച്ചിട്ടാണ് നാറ്റോ ഉച്ചകോടി നടന്നിട്ടുള്ളത്. 2025 നെതർലാൻഡ്സിലെ ഹേഗിൽ വെച്ചിട്ടാണ്. 2026 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്?
തുർക്കിയാണ്. തുർക്കിയിലെ അങ്കാറയിൽ വെച്ചിട്ടാണ് 2026 നാറ്റോ ഉച്ചകോടി നടന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? അപ്പോ അമേരിക്ക എന്ന് പറയുമ്പോൾ എ എന്ന ലെറ്റർ എടുക്കാം, നെതർലൻഡ് N, തുർക്കി T എന്ന ലെറ്റർ എടുക്കാലോ. ഇനി എന്ത് കൂട്ടി വായിക്കാം? ആൻഡ് എന്ന് പറഞ്ഞാൽ ഉറുമ്പാണ്. അപ്പോ നമ്മൾ നേരത്തെ കണക്ട് ചെയ്തിട്ടുണ്ട് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോ. നാറ്റോ എന്ന് പറയുമ്പോൾ നാറ്റം എന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ നാറ്റം വരുന്നത് പഴകിയ വസ്തുക്കളിലാണ്. അപ്പൊ പഴകി കഴിഞ്ഞാൽ എന്ത് വരും? ആൻഡ് ഉറുമ്പ് വരും എന്നോർത്താൽ പോരെ. അപ്പൊ പഴകി കഴിഞ്ഞാൽ എന്ത് വരും? ആൻഡ് ഉറുമ്പ്, അല്ലെ? ഉറുമ്പരിക്കും എന്നോർത്ത് കഴിഞ്ഞാല് എ എന്ന ലെറ്റർ വെച്ചിട്ട് അമേരിക്ക കണക്ട് ചെയ്യാം, N എന്ന ലെറ്റർ വെച്ചിട്ട് നെതർലാൻഡ്സും കണക്ട് ചെയ്തു, T എന്ന ലെറ്റർ വെച്ചിട്ട് തുർക്കിയും നമുക്ക് കണക്ട് ചെയ്ത് പോവാം. അപ്പോൾ നാറ്റോയുടെ 2024, 2025, 2026 വർഷങ്ങളിൽ ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ നമുക്ക് കൃത്യമായി തന്നെ ഓർത്തിരിക്കാം ആൻഡ് എന്ന ചെറിയ ഷോർട്ട് ഫോമിലൂടെ. അപ്പൊ നമ്മുടെ ചെറിയ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്